അമിതമായി ചായ കുടിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ നോക്കിയാലോ? ഉറക്കക്കുറവ്. ചായയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ തലച്ചോറിനെ ഉണർവോടെ നിലനിർത്തുന്നു. പ്രത്യേകിച്ച് വൈകുന്നേരമോ രാത്രിയോ അധികം ചായ കുടിച്ചാൽ ഉറങ്ങാൻ വൈകാനും ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയാനും സാധ്യതയുണ്ട്. ഹൃദയമിടിപ്പ് കൂടാം. അമിതമായ കഫീൻ ചിലരിൽ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കാം. ചിലപ്പോൾ നെഞ്ചിടിപ്പ്, അസ്വസ്ഥത, ഉത്കണ്ഠ തുടങ്ങിയ ലക്ഷണങ്ങളും അനുഭവപ്പെടാം. തലവേദനയും അസ്വസ്ഥതയും. ഒരു ദിവസം പലതവണ ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ കഫെയിൻ കൂടുന്നതും പിന്നീട് കുറയുന്നതും തലവേദനയ്ക്ക് കാരണമാകാം. അധികം ചായ കുടിക്കുന്നത് വയറ്റിൽ ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അസിഡിറ്റി, നെഞ്ചിരിച്ചൽ, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ ചിലർക്കുണ്ടാകാം. ഇരുമ്പിന്റെ ആഗിരണം കുറയാം. ചായയിലെ ടാനിൻസ് ഭക്ഷണത്തിലെ ഇരുമ്പ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കാം. അതിനാൽ ഭക്ഷണത്തിന് തൊട്ട് മുൻപോ ശേഷമോ അധികം ചായ കുടിക്കുന്നത് രക്തക്കുറവിന്റെ സാധ്യത വർദ്ധിപ്പിക്കാം. ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നാം. കഫെയിൻ ഒരു ചെറിയ ഡ്യൂററ്റിക് ആണ്. അതിനാൽ ചിലർക്ക് കൂടുതൽ തവണ മൂത്രമൊഴിക്കേണ്ടതായി വരാം. അമിതമായ ചായകുടി ഉത്കണ്ഠയും ടെൻഷനും കൂട്ടാൻ സാധ്യതയുണ്ട്. കഫെയിൻ അധികമായാൽ ചിലരിൽ നർവസ് ഫീലിംഗ്, ടെൻഷൻ, കൈവിറയൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കാം. ദീർഘകാലമായി വളരെയധികം ചായ കുടിക്കുന്നതും ആവശ്യത്തിന് കാൽസ്യം ലഭിക്കാത്തതും എല്ലുകളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ചായ നല്ലതാണ്, പക്ഷേ അളവ് വിട്ടാൽ അത് ആരോഗ്യത്തിന് തിരിച്ചടിയാകാം. ദിവസവും 2-3 കപ്പ് മതി, അതുതന്നെ ധാരാളം.